ബിഗ് ബോസിലേക്ക് ഓഫർ വരുമ്പോ ജാനുവിന് പോവാൻ അപ്പൊ തന്നെ റെഡി ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് കരഞ്ഞു എന്നെ വീടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ ജന്മനി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കപ്പടിച്ചിട്ട് ഞാൻ പറയുന്നത്. നമ്മളുടെ എല്ലാ മനുഷ്യന്മാർക്ക് പാണ്ടറും പൊട്ട ഒരു പടമില്ലേ പറയും ആ രീതിയിലേക്ക് എന്താണ് ഇരിക്കാൻ പറ്റില്ലത്തെ. ഞാൻ ഒരു ക്യാമറയുടെ മുന്നേ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോ ഞാൻ ഒരു അവസ്ഥ എന്തായിരുന്നു. ചിരി. രണ്ട് മൂന്ന് ആളുണ്ട് ഭയങ്കര ഫേക്ക് ആയിട്ട് കാണിക്കുന്നല്ലേ. നമ്മളുടെ കൂടെ വന്നിട്ട് ജോലി ചെയ്തിട്ട് മാഡം പറഞ്ഞിട്ട് ഒരു ആള് ഈ ഒരു സ്ഥലത്തിൽ എത്തി കഴിഞ്ഞിട്ട് ക്യാമറയുടെ മുന്നേ എനിക്ക് ഉപദേശിക്കുന്ന വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫൈനാൻഷ്യൽസ് ഞാൻ പറഞ്ഞ എത്ര പ്രശ്നങ്ങളും ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞു. ഈ പ്രശ്നങ്ങളും ബിഗ് ബോസിലെ പോയിട്ട് എൻ്റെ ബാക്കിലെ വേറെ ഒരു ആളുടെ കൂടെ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര മോശമാണ് ആളുടെ ക്യാരക്ടർ. ഇപ്പോൾ സീസോയുടെ റോക്കിയുടെ മെയിൻ ഇടി ഉണ്ടാക്കുന്ന പ്രശ്നമാണ് നോറ. സിജോയും റോക്കിയുടെ അതാ പുറത്തൊക്കെ വന്നിട്ടാണ് നമ്മളെ കാണുന്നത്. അല്ല ഇത്രയും പാരനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ്? എനിക്ക് അതിനെ കുറിച്ച് വലുതായിട്ടൊരു അറിയില്ല. അല്ലെങ്കിൽ മരിച്ചു പോയിക്കോ അല്ലെങ്കിൽ തിരിച്ചു പോയിക്കോ ആ രീതിയിലൊക്കെ ചെയ്ത്. or else you live or else you die. നിങ്ങൾ എന്നെ ഇഷ്ടമില്ല, ഓക്കെ ജസ്റ്റ് ലീവ് ഇറ്റ്. പക്ഷെ എൻ്റെ വേണ്ടി കുറ്റം പറഞ്ഞിട്ട് എൻ്റെ ഒരു ജോലി കളയുന്നത് ദാറ്റ് ഈസ് നോട്ട് റോങ്. ഇത് ജാനുവിന് വ്യക്തമായിട്ട് അറിയാം ആരാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ജാനു ഒരിക്കലെങ്കിലും അത് ചോദിച്ചിട്ട് പോലും ഒരു എനർജി നിങ്ങളുടെ അവിടെ സ്വന്തമായിട്ട് വരില്ല. അത് ഒരു ആള് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് വെച്ചിട്ട് അത് നിങ്ങളുടെ ബാക്കിൽ കൊടുക്കണം. നമ്മൾ എത്ര എന്നെ ജയിലിൽ കൂട്ടാൻ വേണ്ടി അത്ര പ്രശ്നം ഉണ്ടാക്കി. ഞാൻ സത്യം പറഞ്ഞ വീക്കിലി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ക്രിമിനലിന്റെ പോലെ സൈൻ ചെയ്ത്. അല്ല ഇത്രയും പാരനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ്? എനിക്ക് അതിനെ കുറിച്ച് വലുതായിട്ടൊരു അറിയില്ല. അത് എന്നെ ആക്ച്വലി അതായത് ജാനുവിനെ ഇതാക്കണം എന്ന് വെച്ച് തന്നെ ചെയ്തതാണോ? അല്ലെങ്കിൽ മരിച്ചു പോയിക്കോ അല്ലെങ്കിൽ തിരിച്ചു പോയിക്കോ ആ രീതിയിലൊക്കെ ചെയ്ത്. or else you live or else you die. എത്ര നാളാണ് അത് വേറെ ഒന്നുമില്ല. എൻ്റെ കയ്യിലേക്ക് പഠിച്ച് ജോലി പഠിച്ച ആൾക്കാരെയാണ്. ജാനുവിൽ നിന്ന് മേക്കപ്പ് പഠിച്ച ആൾക്കാർ തന്നെ. അതാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല, ദൈവമുണ്ടല്ലോ. കാരണം ഞാൻ കാണിക്കുന്ന വരിയിൽ പോയിട്ട് എന്നെ പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുറേ ആർട്ടിസ്റ്റിൻ്റെ സൈഡിൽ എന്നെ കാട്ടാക്കി കുറേ ആൾക്കാർക്ക് എൻ്റെ വേണ്ടി പറയാനേ ജന്മനി ഇങ്ങനെയാണ്, അയ്യോ ചീത്ത പറയും, ജന്മനി ഇങ്ങനെയാണ്, ജന്മനി അങ്ങനെ പറയും, ജന്മനി ഇങ്ങനെ പറയും, പേടിപ്പിക്കും. ജന്മനിയുടെ ചാർജ് അത്ര ആണ്. എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ഒരു ബ്രൈഡ്, ഡൽഹിയുടെ ഒരു ബ്രൈഡ്, ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ അമ്മ പറയാന് ഇപ്പോൾ നീ എന്നെ താങ്ക്സ് പറയാനും. നമ്മൾ ഹിന്ദിയിൽ സംസാരിക്കില്ലേ, അമ്മക്ക് അറിയത്തില്ല, എനിക്ക് മലയാളം നന്നായിട്ട് അറിയും. സോ അമ്മ പറയുന്നത് നീ എന്നെ താങ്ക്സ് പറയാനും. സോ മോളി പറഞ്ഞ ആ അമ്മ ഞാൻ സത്യം പറയില്ലേ, കാരണം എൻ്റെ സ്റ്റുഡൻറ്റ്, ഞാൻ പറഞ്ഞ ഈ ചെയ്യുന്ന ആൾക്കാരെയാണ് എൻ്റെ സ്റ്റുഡൻറ്റ്. ഈ സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ജർമ്മനിക്ക് എന്താണ് ലക്ഷങ്ങളും കൊടുക്കുന്നത്, ഞാനൊരു 75,000 ചെയ്ത് തരാം. പിന്നെ എന്നെ വിളിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് ചെയ്തിട്ട് ഫോൺ അടിക്കില്ല, ബിസിയാണ്, പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് കുട്ടിക്ക് കുറച്ച് ദേഷ്യം വന്നേ. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബ്രൈഡ് നമുക്ക് ലൈഫിൽ ഓരോ ദിവസം അല്ലേ, നമ്മളുടെ വേണ്ടി ചിലപ്പോൾ 10 ബ്രൈഡ് ഉണ്ടാവും. പക്ഷെ ഒരു ബ്രൈഡിന്റെ സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഓരോ ദിവസം ആൾക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും, പെനിക്കാവും അല്ലേ. കാരണം ഒരു പേടി ഓൾറെഡി ഉണ്ട് കല്യാണം കഴിക്കുന്ന. സോ ബ്രൈഡ് ലാസ്റ്റ് അമ്മക്ക് പറഞ്ഞു അയ്യോ ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേ ജന്മനിയുടെ വേണ്ടി, പക്ഷെ തിരിച്ചാണല്ലോ. അമ്മ പറഞ്ഞു ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ, ആള് പച്ച പാവമാണ്, പറഞ്ഞ മുഖത്തിൽ നോക്കി പറയും, നീ വിളിച്ച് നോക്കൂ. അത് അങ്ങനെയാണ് എനിക്ക് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു 50,000 rupees I'll take it 3 changes. അപ്പോൾ നോ പ്രോബ്ലം, യു വിൽ ഡു ഇറ്റ്. പക്ഷെ മറ്റേ ആള് ചെയിന് പറയുന്നത് ഞാൻ 75,000 ചെയ്ത് തരാം, പക്ഷെ ഞാൻ ഒരു ടൈം ബാക്കി എൻ്റെ അസിസ്റ്റൻ്റ് ആക്കി ചെയ്യും. ഞാൻ പറഞ്ഞ എൻ്റെ ജോലി ഞാൻ തരില്ല, കാരണം എൻ്റെ ജോലി ഞാൻ മാത്രം കറക്റ്റാക്കി ചെയ്യാൻ പറ്റിട്ടുള്ളൂ. നമുക്ക് ഓരോ അല്ലേ, ഇപ്പം ഞാൻ നിങ്ങൾ 2 പേരും ഒരു ചിക്കൻ കുക്കിംഗ് ഉണ്ടെങ്കിൽ സെയിം സാധനം പക്ഷെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. അതാണ് ഒരു വ്യത്യാസം ഉണ്ടോ, അതിനാണ് എല്ലാം ജീവിക്കുന്നത് അല്ലേ. പക്ഷെ പറയണ്ട,
എൻ്റെ മനസ്സിലേക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ ജോലി കളയണ്ട, നിങ്ങൾ എന്നെ ഇഷ്ടമില്ല, ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്. പക്ഷെ എൻ്റെ വേണ്ടി കുറ്റം പറഞ്ഞിട്ട് എൻ്റെ ഒരു ജോലി കളയുന്ന ദാറ്റ് ഈസ് നോട്ട് റോങ്. പക്ഷെ ഞാൻ അതോ മൈൻഡ് ചെയ്യില്ല. അറിയുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം അല്ലേ. അതെ, അത് ഞാനത് ചോദിക്കാൻ വരുന്നത് ഇപ്പം മഞ്ജു ചേച്ചിയോട് ഇത്രയും ജാനുവിന് അടുപ്പമുണ്ട് അല്ലേ, ഇപ്പം എപ്പം മെസ്സേജ് ചെയ്താൽ, പക്ഷെ എന്തുകൊണ്ട് റീസെൻ്റ്ലി വർക്കിൽ ഒന്നും തന്നെ ജാനുവിനെ കാണുന്നില്ല എന്നുള്ളത്? അത് അത് എനിക്ക് പോലെ അറിയത്തില്ല, സത്യം പറഞ്ഞില്ല, അത് എനിക്ക് പോലെ അറിയില്ല. കാരണം കുറേ സാധനങ്ങളും കട്ടായി പോവും. ലൈക്ക് വർക്കിൻ്റെ ടൈമിൽ ചിലപ്പോൾ അത് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗ്യാപ്പായി പോവും. ലാസ്റ്റ് ടൈം ചേച്ചി എനിക്ക് വിളിച്ച ഒരു വർക്കിൽ, ആ ടൈമിൽ ലാസ്റ്റ് രജനികാന്തിൻ്റെ മൂവി ഉണ്ടെങ്കിൽ, സോ അതിൻ്റെ വേണ്ടി ചേച്ചി എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ബിഗ് ബോസിൽ പോയി. പിന്നെ ചേച്ചി പറഞ്ഞു ഇതാണ് ഓപ്പർച്യൂണിറ്റി ജാനു കളയണ്ട. പക്ഷെ 2019 ഞാൻ പറഞ്ഞില്ലേ, ഈ പാരനോർമൽ ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മളെ ബാഡ് എനർജീസ് നമുക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വെൽത്ത് കട്ടാക്കും. പൈസ കട്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മെൻ്റൽ ഹെൽത്ത് പോവും. മെൻ്റൽ ഹെൽത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ എൻ്റെ ബോഡി പെയിൻ പോവില്ല. ഇപ്പോൾ നല്ല ബോഡി പെയിൻ ഉണ്ടോ ഞാൻ പറഞ്ഞ അതിൻ്റെ മുന്നേ ജാൻമനിയുടെ ഒരു എനർജി, ഇപ്പോൾ എൻ്റെ എനർജി ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം മൊത്തം ബോഡിയിൽ ഇപ്പോൾ ഞാൻ ഒരു ജോലി ചെയ്യുന്നതിൽ നല്ല വേദന. പക്ഷെ ഈ ആൾക്കാർ ചെയ്തിട്ട് എൻ്റെ വർക്ക് കളയാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ട് ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഒക്കെ ഇവളെന്താ പറയുന്നേ. പക്ഷെ അനുഭവിക്കുന്ന ആള് ഞാനല്ല. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സോ അതിന് ആൾക്കാർ എന്താ പറയുന്നത് എനിക്ക്, പക്ഷെ അനുഭവിക്കുന്ന ഞാൻ. ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം നമുക്കറിയാവുന്ന, ഇപ്പം എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയും ജാനു ഭയങ്കര കമ്പനിയാണ്. ഇപ്പം നമ്മളെ പോലുള്ള ആങ്കേഴ്സ് പറയും, രഞ്ജിൻ ചേച്ചികൾ എല്ലാവർക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ജാനു. പക്ഷെ ബിഗ് ബോസിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു ജാനു ഈ ഒരു പാരാനോർമൽ ആക്ടിവിറ്റിയിലൊക്കെ ആ ഒരു സമയം തന്നെയാണല്ലേ ബിഗ് ബോസിലേക്ക്? അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ ലാസ്റ്റ് ഇയർ കയറി. അല്ല, അപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ടേ ജാനു, ഇത് ജാനുവിന് വ്യക്തമായിട്ട് അറിയാം ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന്, എന്നിട്ടും ജാനു ഒരിക്കലെങ്കിലും അത് ചോദിച്ചിട്ട് പോലും ഇല്ല? പക്ഷെ കർമ്മ ഉണ്ടല്ലേ. കാരണം നമ്മൾ എന്തെങ്കിലും ആർട്ടിഫിഷ്യലി ഇപ്പോൾ നോക്കൂ, ഒരു എനർജി നിങ്ങളുടെ അവിടെ സ്വന്തമായിട്ട് വരില്ല. അത് ഒരു ആള് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് വെച്ചിട്ട് അത് നിങ്ങളുടെ ബാക്കിൽ കൊടുക്കണം. നമ്മൾ കാണും ചിലപ്പോൾ കുറച്ച് ആൾക്കാർ ഉണ്ടോ ആ പവർ ഉണ്ട്. എനിക്ക് ചെരുപ്പ് വയസ്സ് മുതൽ ഞാൻ കാണാൻ സംസാരിക്കും, എനിക്ക് ഇത് കണക്ഷൻസ് ഉണ്ടോ. ചിലപ്പോൾ അത് ഗുഡ് പവർ ഓർ ബാഡ് പവർ ആയതൊന്നും, പക്ഷെ ഞാൻ കാണും, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യില്ല. പക്ഷെ അത് ഒരു വരെ ആൾ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ നഖം എൻ്റെ മുടി വച്ചിട്ട് ചെയ്ത്, അത് ആ ഡേറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കാം. 2018 മാർച്ച്. കാരണം ഡേറ്റ് പോലെ എനിക്ക് പറഞ്ഞു കൊടുത്തു. എൻ്റെ നഖം എവിടെയാണ് പോയി, ഞാൻ എവിടെയാണ് ഹെയർ കട്ട് ചെയ്ത്, എവിടെയാണ് നഖം കട്ട് ചെയ്ത്, എനിക്ക് നന്നായിട്ട് അറിയാം. ഏതൊരു അതായത് പാർലർ ഒരു സ്ഥലത്ത് സ്ഥലത്തില് അത് അവർ ഈ ചെയ്ത ആൾക്കാരുടേതാണ്. ചെയ്ത സ്ഥലം ആണ് എനിക്ക് പറഞ്ഞ്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞ് നിങ്ങൾക്ക് അറിയില്ലാത്തതാണ് ഞാൻ ഈ തെറ്റ് ചെയ്ത് ജാനു, എനിക്ക് ക്ഷമിക്കട്ടോ. ഞാൻ ആളുടെ അവിടെ പോയിട്ടുണ്ട്. ആളെന്നെ സംസാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ദൈവമുണ്ടല്ലോ. ഇതാ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒരു ടൈം കഴിഞ്ഞിട്ട് അത് തിരിച്ച് ചെയ്യുന്ന ആളുടെ കയ്യിൽ പോകും. ദാറ്റ് ഈസ് ദ കർമ്മ. ആർട്ടിസ്റ്റ് റൗണ്ട് ഓൺലി നോ. എല്ലാം ദിവസം ഡേ നൈറ്റ് ഉണ്ടോ. നമ്മൾ കറക്റ്റ് സ്ഥലത്തിലുണ്ടെങ്കിൽ ഒരു ദിവസം ഇല്ലെങ്കിൽ ഒരു ദിവസം സത്യം പുറത്തേക്ക് വരും. കറക്റ്റ് അല്ലേ? സത്യം പുറത്തേക്ക് വരും. പിന്നെ ഈ എല്ലാം മാറും. നമ്മൾ എത്ര എന്നെ ജയിലിൽ കൂട്ടാൻ വേണ്ടി അത്ര പ്രശ്നം ഉണ്ടാക്കി. ഞാൻ സത്യം പറഞ്ഞു, വീക്ക്ലി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ക്രിമിനലിൻ്റെ പോലെ സൈൻ ചെയ്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. പക്ഷെ എനിക്ക് എൻ്റെ മുഖത്തിൽ നോക്കി ആ SI സാർ എനിക്ക് ചോദിച്ച്, നിങ്ങളിത് പൈസ പോയില്ലേ, അത് തിരിച്ചിങ്ങനെ റിക്കവർ ആവും. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല, പക്ഷെ നിങ്ങൾ എന്താണ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ട്, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്യണം, ഓക്കെ, ബിക്കോസ് ഐ എം നോട്ട് എ ക്രിമിനൽ, ഐ എം നോട്ട് എ ടെററിസ്റ്റ് അല്ലേ. ഇപ്പോൾ എൻ്റെ സ്ഥലത്തിൽ വേറെ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും വേറെ സ്റ്റേറ്റിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് ജീവിക്കും. ആ സ്ഥലത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ടൈമിൽ ഒരു മാർക്ക് വരും അല്ലേ. ഇവിടെ ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഞാൻ കേരളത്തിലുണ്ട്, ചിലപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ വിചാരിക്കും
അവളെ ഉണ്ടല്ലോ പിരിക്കും. എൻ്റെ അമ്മയുടെ ആ ടെൻഷൻ വെച്ച് ആൾക്കാർക്ക് ഇപ്പോൾ വെന്റിലേറ്ററിലാണ് ലാസ്റ്റ് 9 month ആയിട്ട്. അമ്മ ഇത്രയും ടെൻഷൻ ജാനു എടുക്കുന്നത് കണ്ടിട്ട് അമ്മക്ക് കാരണം ഇങ്ങനെയാണ് തീരുമില്ല കാരണം ഇങ്ങനെ പോലെ ഇപ്പൊ ഒന്ന് കഴിയുമ്പോൾ അടുത്തടുത്ത പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിനാണ് ഒരു നാച്ചുറലി പറഞ്ഞല്ല, നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാനാണ്. വാക്കിന്റെ സൈഡിലെ മൊത്തം ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എത്ര ആൾക്കാർക്ക് സഹായം ചെയ്തിട്ട് എനിക്കാണ് ഈ പണി. ചിലപ്പോൾ ദേഷ്യം വരും. ജീവിതത്തിൽ നല്ല സൂസൈഡാക്കി മരിച്ചു പോകുന്നത്. പിന്നെ വിചാരിക്കും സൂസൈഡാക്കി മരിച്ചു പോയില്ല ആരെ കരയും അല്ലേ? കരയാൻ വേണ്ടി ഒരാളല്ലേ നാളെ എഗെയിൻ മോർണിംഗ് ആവും എല്ലാം ആൾക്കാർ ജീവിക്കും. ഒരാളുടെ മനസ്സിൽ ചിലപ്പോൾ 2 ദിവസം വിഷമം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ലൈഫ് അങ്ങനെ പോവും. നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആർക്കൊന്നും പോവില്ല, നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആരും പോവില്ല. ഈ ഫേസ് ചെയ്തിട്ട് നമുക്ക് ഓടാൻ പറ്റും, പക്ഷെ എവിടെ ഓടും? അതെ, എവിടം വരെ ഓടും അറിയത്തില്ലല്ലോ. നമുക്ക് എവിടെ ഇരിക്കുന്നത് നമുക്ക് പ്രശ്നങ്ങൾ തീരാം. 1 വർഷം ഇല്ല, 2 വർഷം ഇല്ല, 3. ഇപ്പൊ എനിക്കും ഉണ്ടോ മനസ്സിലെ ഗിൽറ്റി ഫീൽ? അയ്യോ എത്ര ടൈമായി ഞാൻ തന്നിട്ടില്ല, എൻ്റെ പാർട്ട്നേഴ്സൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തിട്ടില്ല. അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടോ? അതുപോലെ തന്നെ ഇപ്പം നേരത്തെ നമ്മൾ സംസാരത്തിനിടെ ജാനു പറയണ്ടായി ഒരുപാട് ഈ പേയ്മെന്റ്സിനെ കുറിച്ച് കുറേ തെറ്റിദ്ധാരണ. ഇപ്പം ജാൻമണിയെ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈ ആൾക്കാരെയാണ് ചെയ്യുന്നത്. കാരണം ഈ കൈൻഡ് ഓഫ് പീപ്പിൾ, ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്താ പറയും, ഈ ജാൻമണി അല്ലേ കുറെ പൈസ അടിക്കും, ജാൻമണി ഭയങ്കര ദേഷ്യക്കാരി, ജാൻമണി വോക്കിന്റെ ബ്രൈഡിക്ക് അടിക്കും, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടോ? ഒരു ആലോചിക്കൂ. പക്ഷെ സെയിം ബ്രൈഡ്സ്, കാരണം ലാസ്റ്റ് ടൈം ഞാൻ ഒരു ബ്രൈഡ് ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻറ്റ് 4 സ്റ്റുഡൻറ്റിൻ്റെ മുന്നേ ബ്രൈഡ് പറഞ്ഞ് കടമണ്ടയില്ലേ മേക്കപ്പ് ചെയ്യുന്ന പോയി ബ്രൈഡ് ഭയങ്കര ശാന്തമായിട്ട് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറയാം അയ്യോക്കെ റിസപ്ഷനിൽ ഇല്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിരിച്ച് കളിച്ച് എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടി ഓപ്പണായി. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് അസിസ്റ്റൻറ്റ് ഏതാ ജാട, നമ്മൾ കയറി വന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന ഒരു കുറ്റബുദ്ധം ഉണ്ടാവും, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നോ അങ്ങനെ അഹങ്കാരം. പക്ഷെ ജാനു എത്ര കോമഡി പീസാണ് നമുക്ക് ലൈഫിൽ അറിയത്തില്ല. ജാനു എപ്പോഴും ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഇതാണ് ഞാൻ. പക്ഷെ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടില്ല, ഞാൻ സഹിക്കും. ഓരോ ലെവലിലെ മോഡലിൽ ഇപ്പൊ ബിഗ് ബോസിലെ എനിക്ക് നൂറാതെ കൂടെ ഒരു നല്ല ഫൈറ്റിംഗ് ഉണ്ടാവും അല്ലേ? അത് ഫുൾ കാണുന്ന ആൾക്കാർക്ക് കറക്റ്റ് അറിയാം ജാൻമണി കൊടുത്ത്. കാരണം യമുന ചേച്ചിക്ക് ഇപ്പൊ ആലോചിക്കും, ഞാൻ എത്ര തെറ്റ ആൾക്കാരെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ യമുന ചേച്ചിയെ പോലെ ഒരു എത്ര മെച്യൂർഡ് ഒരു ലേഡി എൻ്റെ സൈഡിൽ ഇരിക്കില്ലല്ലോ അല്ലേ? ശ്രീരേഖ പോലെ ഒരു ലേഡി, ജിൻറ്റോ, ഒരു ആൾക്ക് ആലോചിക്കും. ഒരു ചെറിയ ഞാൻ എക്സാമ്പിൾ കൊടുക്കും. ഒരു ആൾക്ക് നമ്മളുടെ വീട്ടിൽ നമ്മൾ ക്ലീൻ അപ്പ് ആക്കി കിച്ചൻ്റെ ഡസ്റ്റ്ബിന്നിൽ പോയിട്ട് കിച്ചൻ്റെ ഡസ്റ്റ്ബിൻ്റെ സാധനം നമ്മൾ ബൈ മിസ്റ്റേക്ക്ലി ഓൾസോ നമുക്ക് ഡ്രോയിങ് റൂമിൽ വിടാൻ പറ്റുമോ? പറ്റില്ലല്ലേ? അപ്പൊ തന്നെ ക്ലീൻ ആക്കി കുലുക്കി പറയത്തുള്ളൂ. ഈ സാധനങ്ങളും പുറത്തേക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ജിൻറ്റു ചേട്ടനൊക്കെ പറയുന്നത് നീ ക്ലീൻ ആക്ക്. അത് ഏത് രീതിയിലേക്ക് പണിഷ്മെന്റ്? എനിക്ക് ഒരു കാര്യം പറയൂ. പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ? ഒരു ഞാൻ സത്യം ബിഗ് ബോസിലെ എൻ്റെ വേണ്ടി അല്ല ഞാൻ ഫൈറ്റിംഗ് ചെയ്യുന്നത്. ഈ ആൾക്കാരുടെ വേണ്ടി ഫൈറ്റിംഗ് ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ പേരാണ്. ഞാൻ ദേഷ്യം എവിടെയോ കാല് കൈ അവലെ ചെയ്തിട്ട് ദേഷ്യത്തില് പറഞ്ഞാണ്. നമുക്ക് ശ്രാപ്പം അങ്ങനെ അല്ല അല്ലേ? നമുക്ക് ഏത് രീതിയിലേക്ക് പോണേ നമുക്ക് അറിയത്തില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലേക്ക് ഓഫർ വരുമ്പോൾ ജാനുവിന് പോവാൻ അപ്പൊ തന്നെ റെഡി ആയിരുന്നു. കാരണം ഇത്രയും വർക്ക്, ഇത്രയും ഒരു പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് കറിഞ്ഞു എന്നെ വീടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് സെറ്റപ്പല്ല ആ വീട്ടില്. ഞാൻ ഇപ്പൊ ജന്മനി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കപ്പടിച്ചിട്ട് ഞാൻ പറയുന്നത്. പക്ഷെ പോണ ടൈമിൽ നമുക്ക് അറിയില്ലല്ലോ എന്താണ് നടക്കുന്നത്. 1 വീക്ക് കഴിഞ്ഞിട്ട് എനിക്ക് മടുത്ത്. പിന്നെ ഞാൻ തവല് വെച്ചിട്ടാണ് തുണി വാഷ് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത്. ലാസ്റ്റ് നോട്ടീസ് വന്നേ മര്യാദക്ക് ഇരിക്കണം. ആദ്യത്തെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഒരാഴ്ച കഴിഞ്ഞപ്പോ പോയി. അതൊക്കെ ഭക്ഷണമില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ഉണ്ട്. ചില സമയം ഭയങ്കര സന്തോഷമായിട്ടിരിക്കും ജാനു അല്ലേ? പക്ഷെ എനിക്ക് ദേഷ്യം വന്ന 2 ടൈമേ ഉള്ളൂ. ഈ
ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഇഷ്ടമായിട്ടില്ല. അതിന്റെ 2-3 ആളുണ്ട് ഭയങ്കര ഫേക്ക് ആയിട്ട് കാണിക്കുന്നല്ലേ. നമ്മളുടെ കൂടെ വന്നിട്ട് ജോലി ചെയ്തിട്ട് മാഡം പറഞ്ഞിട്ട് ഒരു ആള് ഈ ഒരു സ്ഥലത്തിൽ എത്തി കഴിഞ്ഞിട്ട് ക്യാമറയുടെ മുന്നേ എനിക്ക് ഉപദേശിക്കുന്ന വരണുണ്ടെങ്കിൽ എൻ്റെ ഫൈനാൻഷ്യൽസ് ഞാൻ പറഞ്ഞ എത്ര പ്രശ്നങ്ങളും ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞു. ഈ പ്രശ്നങ്ങളും ബിഗ് ബോസിലെ പോയിട്ട് എൻ്റെ ബാക്കിലെ വേറെ ഒരു ആളുടെ കൂടെ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര മോശമാണ് ആ ആളുടെ ക്യാരക്ടർ. ആണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. കാരണം 2 ദിവസം മുന്നേ ഒരു മോഡലില് നമ്മൾ 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് എക്സ്പീരിയൻസിന്റെ ഒരു റെസ്പെക്ട് നമുക്ക് കൊടുക്കണ്ടേ. എനിക്ക് എത്ര ആത്മാർത്ഥം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നേ വന്നിട്ട് എൻ്റെ കൂടെ സംസാരിക്കണം. ജാനുവിന്റെ നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ പിടിച്ചിരിക്കണം. നമ്മൾ അതാണ് ഫ്രണ്ട്ഷിപ്പ്. എൻ്റെ ബാക്കിൽ പോയിട്ട് കളിയുടെ വേണ്ടി ദാറ്റ് ഈസ് ഈ ചെയ്യുന്ന ആൾക്കാർ ഗെയിം. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാ പേഴ്സണൽ ഗാഡ്സ്. അതിങ്ങനെ സാറിന് പറഞ്ഞത് എനിക്ക് ഒരു ഞാൻ പറഞ്ഞ എൻ്റെ പേടിയൊന്നുമില്ല ഈ വീട്ടിൻ്റെ പുറത്തേക്ക്. പക്ഷെ ഒരേ വർഷം കഴിഞ്ഞിട്ട് ഈ ആൾക്കാർ എല്ലാവരും മറന്നു പോയി. പക്ഷെ ഞാൻ എല്ലാവരുടെ മനസ്സിലുണ്ടല്ലേ. അതെ ശരിക്കും പറഞ്ഞ ജാനു ഇപ്പം ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കൂടെ ഒരു അസിസ്റ്റന്റ് ഇത്രയും പേരായിരിക്കും ജാനു താമസിച്ചിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു ഇത്രയും പലയിടത്തു നിന്നുള്ള ആൾക്കാർ? ഇപ്പം ജാനുവിൻ്റെ വീട്ടിൽ വന്നാൽ നമുക്കറിയാം ഇവിടെ കുറേ ആൻറ്റിക് ഫർണിച്ചർ ഉണ്ട്. എല്ലാം ഭയങ്കര നീറ്റായിട്ടും ഭയങ്കര വൃത്തിക്കുമാണ് ജാനു ഈ വീട് സൂക്ഷിച്ചിരിക്കുന്നത് തന്നെ. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇത്രയും പേര് 2 വാഷ്റൂം അല്ലേ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയിട്ട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്? ഞാൻ ബാത്റൂമിൽ ഇരിക്കും, അയ്യോ എനിക്ക് ടോയ്ലറ്റിൽ പോകണം. ബിഗ് ബോസ് രാത്രി ബാത്റൂമിൽ പോകുന്ന ടൈമിൽ ഡോർ ലോക്ക് ആക്കും. പിന്നെ ഞാൻ കുഴപ്പമില്ല, ഞാൻ ഇവര് ഡോർ ഓപ്പൺ ചെയ്ത്. പക്ഷെ അതൊരു ഫൺ. എനിക്ക് ആക്ച്വലി കുറെ ആൾക്കാരെ ഉണ്ടായില്ലേ, എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് താമസിച്ച് ഒരു ലൈഫ് ഒരു കേസിന്റെ പോലെ ആയി. പിന്നെ പെട്ടെന്ന് അതൊരു കുറെ ആൾക്കാരുടെ കൂടെ നമ്മൾ ഓരോ വീട്ടിൽ താമസിക്കുന്ന ഓരോ കുക്കിംഗ് ചെയ്യുന്ന അതൊരു എക്സൈറ്റ്മെന്റ്. ഞാൻ ഇങ്ങനെ കുക്കിംഗ് ചെയ്യാം, ഈ ആൾക്കാർ കഴിക്കും, നമുക്ക് ഇങ്ങനെ ക്ലീൻ ആക്കാം. എനിക്ക് തിരിച്ചു വിളിക്കണം, ഞാൻ തിരിച്ചു പോകും. എനിക്ക് ഓരോ പ്രശ്നമില്ല. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ബിഗ് ബോസ് ഇത് ഒരു വർഷം ആക്കാൻ പറ്റില്ലേ? ജിന്റു പറഞ്ഞ് എവിടെയാണ് സംസാരം വേണം കൂടെ കൊല്ലന വേണ്ടി. സോ അതെനിക്ക് സെറ്റപ്പ് പറഞ്ഞാൽ എനിക്ക് ആരുടെ കൂടെ ഒരു പേഴ്സണൽ ഗാഡ്സ് ഒന്നുമില്ല. എല്ലാവരുടെ കൂടെ ഈവൻ നോടാക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ സംസാരിക്കും, അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിക്കും. നമുക്ക് ആ ദിവസം ആ ടൈമിൽ ഒരു ദേഷ്യം വരെ പറഞ്ഞു പോയി. പക്ഷെ പ്രശ്നമില്ല, പുറത്തേക്ക് ഇരിക്കുന്ന ആൾക്കാർ എന്നെ കോമന്റ് വായിക്കും. അതായത് ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ ജാനു അവിടെ വെച്ചപ്പോ ജാനുവായിട്ട് തന്നെ പെരുമാറുന്നു, ദേഷ്യം വരുന്നു, ഇപ്പൊ പറയുന്ന പോലെ ശപിക്കാന്ന് പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളുടെ എല്ലാ മനുഷ്യന്മാർക്ക് പാണ്ടറും പൊട്ടവര് പറയില്ലേ, ആ രീതിയിലേക്ക് എന്താണ് ഇരിക്കാൻ പറ്റില്ലത്തെ. ഞാൻ ഒരു ക്യാമറയുടെ മുന്നേ പറഞ്ഞു കൊടുത്തേ. ബാക്കി നമുക്ക് നോട്ടില് ആക്ച്വലി ഈ സാപ്പിക്കിന് പറഞ്ഞിട്ടില്ല ഒരു നോർമൽ ഒരു പേരിപ്പിക്കുന്ന വേണ്ടി നമ്മളങ്ങ് പറഞ്ഞു പോയി. പക്ഷെ ജാനു ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ടപ്പോ ജാനുവിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? അത്ര ഈസി ആയിട്ട് എടുത്ത്. പിന്നെ എനിക്ക് ദേഷ്യം പറഞ്ഞ കാരണം ഞാൻ ചെയ്യുന്ന കാര്യമല്ലേ, തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, അത് ഞാൻ ചെയ്ത കാര്യമാണ്. പക്ഷെ അതാ എനിക്ക് അതാ വേണ്ടി അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് പറഞ്ഞ കാര്യമില്ല. നമ്മള് ചെയ്യുന്നേ പോയി തീരിന്റെ പരിപാടി. അയ്യോ ഞാൻ ചോദിക്കട്ടെ ജാനു, ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ട് ഇപ്പൊ ചിലർ പറയാറുണ്ട് ബിഗ് ബോസിൽ പോയതിനു ശേഷം അവരുടെ പേര് മോശമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ചിലർക്ക് അത് നന്നായിട്ടും വന്നിട്ടുണ്ട്. ജാനുവിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ബിഗ് ബോസിൽ പോയി ഇറങ്ങിയിട്ട് കരിയർ വൈസ് ഗ്രോത്ത് ഉണ്ടായോ അതോ? കാരണം ജാനുവിന്റെ ഗ്രോത്ത് ഒന്നും പറയില്ല, കാരണം ഓൾറെഡി നിങ്ങൾ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ്. അപ്പം എങ്ങനെയായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയിട്ട്? എനിക്ക് സെറ്റം പറഞ്ഞില്ല, എനിക്ക് ഒരു പോസിറ്റീവ് സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടികളെ പോലെ ജർമ്മനി പറയും. കരിയറിൽ നമുക്ക് കുറെ ആൾക്കാർക്ക് ജർമ്മനി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, കുറച്ച് ആൾക്കാർക്ക്. പക്ഷെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഒരു പുതിയ ജനറേഷൻ വന്ന ടൈമിൽ നമുക്ക് മറന്നു പോകും. കാരണം ഒരു 15 വർഷത്തിലെ ഒരു ജനറേഷൻ ഒബ്വിയസ്ലി പോകും. ആ പുതിയ ജനറേഷനൊക്കെ അറിയില്ല ആരാ. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതെല്ലാം ഇപ്പൊ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾ എപ്പോഴും ഫോണില്ലേ. പക്ഷെ നമ്മളുടെ ടൈമിൽ ഫോൺ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ എന്താ പറയുക ജോലി ചെയ്യുന്ന ടൈമിൽ എൻ്റെ പേര് ഈ ഹൈ പിക്കിൽ ഉണ്ടാവുന്ന ടൈമിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ആ ടൈമിൽ എനിക്ക് അത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ജാൻമണിയുടെ വർക്കില് ഇപ്പൊ ആൾക്കാർ എന്താ പറയുന്നത്, പുതിയ ആൾക്കാർ പറയുന്നത്. ആ പുതിയ ആൾക്കാർ എന്താ ചെയ്യും, നമുക്ക് പഴയ ആൾക്കാർക്ക് റെസ്പെക്ട് ഒന്നും തരില്ല, ശരിക്കും തരില്ല. സോ അതിൻ്റെ വേണ്ടി ഇപ്പോൾ ബിഗ് ബോസിൽ പോയി
എല്ലാം വീട്ടിലെ ജന്മിനി ആരാ അറിയാം. അറിയാം. അതെ അറിയാം. അതെ. അതാണ് ഒരു എന്റെ വിസിബിലിറ്റി പോസിറ്റീവ് നമുക്ക് സൈഡ്. കൂടുതൽ പിന്നെ കമന്റ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ്, നല്ല സീനുണ്ടെങ്കിൽ നെഗറ്റീവ്, ചീത്ത സീനുണ്ടെങ്കിൽ നെഗറ്റീവ്. കാരണം ഇപ്പം ജാൻമണിയുടെ ആ സമയത്ത് ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് ഒരു ഇന്റർവ്യൂസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് താഴെ പലരും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ശരിക്കും ജാൻമണി വിൻ ചെയ്യേണ്ടതായിരുന്നു ബിഗ് ബോസ്, കുറച്ചുകൂടെ നിന്നിരുന്നെങ്കിൽ. അങ്ങനെ തോന്നിയിരുന്നോ ജാനുവിന് തന്നെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ കൊണ്ടാണ് ജാനു പുറത്ത്? കാരണം ജാനുവായിട്ട് നിന്ന് കളിച്ചു എന്നല്ലേ? കളിച്ച് എനിക്ക് സപ്പോർട്ട് ഭയങ്കര കുറവാണ്. പിന്നെ ഒബിയസ്ലി ബാക്കിൽ എന്തെങ്കിലും ഉണ്ടാവും, നമുക്കറിയത്തില്ല. പക്ഷെ അറിയുന്ന കാര്യം എനിക്ക് മനസ്സിലായി. സോ അതിന് ഞാൻ ഒന്നും പറയാനും പോവാറില്ല. പക്ഷെ എനിക്ക് എത്രയും താങ്ക്സ്. കാരണം എസ്എനിറ്റ ആൾക്കാരുടെ വേണ്ടിയാണ് ഞാൻ എപ്പോഴും, ഞാൻ 15 വർഷം ജോലി ചെയ്യുന്നതാണ്. ഈ ആൾക്കാർ എന്നെ സത്യം പറഞ്ഞില്ലേ, ജാൻമണി പറഞ്ഞില്ലേ, ഒരു പാർട്ടിസിപ്പൻ്റ് ആണ് നോക്കില്ല. പക്ഷെ there are different kind of peoples. സോ പിന്നെ പുറത്തേക്ക് എൻ്റെ സപ്പോർട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് PR ഇല്ല. ഞാനിപ്പോൾ 5 ലക്ഷം 10 ലക്ഷം വെച്ചിട്ട് PR ചെയ്യാൻ പോയിട്ടില്ല. ആ PR ചെയ്തിട്ട് പുറത്തേക്ക് ഏകദം ഭയങ്കര ഇതാക്കി പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ട് ഇല്ലാത്ത ആൾക്കാരെ ഉണ്ടോ? അല്ലേ? ഇനിയും ബിഗ് ബോസ് വിളിച്ച PR ഒക്കെ വെച്ച് പോവോ? PR ഞാൻ വെക്കില്ല. ഇപ്പൊ പബ്ലിക് ഉണ്ടല്ലോ. ഇനി നമ്മളെ അറിയാലോ. അയ്യോ, ആ 3 ലക്ഷം ഞാൻ കൊടുത്ത് ഗോൾഡ് എന്റെ പ്രശ്നം തീരാൻ വേണ്ടി നമ്മൾ ആ ഗോൾഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഭയങ്കരമായിട്ട് ഗോൾഡ് ഇഷ്ടമുള്ള ഒരാളാണ്. എപ്പോഴും ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്ന ആള് ഗോൾഡ്. ഞാൻ ആ ദിവസം എന്താ പറഞ്ഞ അമ്മവന്റെ മോനെ ചോദിച്ച് ഇങ്ങനെ ഉണ്ടെങ്കിൽ കെട്ടിക്കെട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണോ ഒരാളെ വേണം. ആ മനസ്സറ അവിടെ തീരത്തെ എങ്ങനെ ഒരാളെ ഇപ്പിരിക്കാൻ പറ്റും. ജാനുവിന്റെ കല്യാണം എന്നൊക്കെ ഉള്ളൊരു ഒരു സങ്കല്പമൊക്കെ എന്താണത്? സങ്കല്പം അങ്ങനെ ഒന്നുമില്ല, നടക്കില്ലാത്തൊരു പരിപാടിയാണ്. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ഡ്രീം ചെയ്യുന്ന ആളല്ല. ശരിക്കും പറഞ്ഞ കല്യാണം നടക്കും, ഇങ്ങനെയാവും ഞാൻ അങ്ങനെ ഒരിക്കലും. കാരണം അതിന്റെ കൂടുതൽ പ്രശ്നങ്ങൾ എന്റെ തലയിലേക്ക് ഉണ്ട്, ശരിക്കും പറഞ്ഞില്ലേ. പിന്നെ 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 പണ്ടൊക്കെ പറഞ്ഞിട്ടില്ലേ ബെഡ് ഒന്ന് ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ല. അതാണ് എന്നെ ഏറ്റവും പേടി. കാരണം നമുക്ക് നല്ല കോമഡി. ഞാൻ രാത്രി കട്ടിലെ വീണും. രഞ്ജുക്ക് അറിയാം, വീണു. അത് രഞ്ജുക്ക് നന്നായി. രഞ്ജുന്റെ ഇന്റർവ്യൂ ചോദിക്കും, ജാനു പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഞാൻ രഞ്ജുക്ക് എടുക്കണേ ഒത്തിരി ഒരു ഡബിൾ കിങ് സൈസ് കട്ടില് രഞ്ജുന്റെ വാലിന്റെ സൈഡിലെ കുറിച്ചുള്ളൂ. ഞാൻ അവിടെ വീടിന് രാത്രി ചിരിച്ച് വീടിന് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്ന, ഞാൻ പൊട്ടകെ നീങ്ങാൻ പറ്റത്തില്ല, അസ്താക്കായി. രഞ്ജു മൊത്തം റൂമിൽ നീ എവിടെയാ, നീ എത്ര വലിയ കട്ടലില് എനിക്ക് എവിടെയാണ് സ്ഥലം കിട്ടിയ ഉറങ്ങാൻ വേണ്ടി. ആ രഞ്ജു വലിക്കുന്നേ, എനിക്ക് ചിരിച്ച് രാത്രി ഉറങ്ങിയിട്ടില്ല. എന്റെ പേര് അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിക്കണ്ട. എനിക്ക് അങ്ങനെ പോലെ പ്രശ്നമുണ്ടോ? നമ്മള് ഒറ്റയ്ക്ക് വീട്ടിലോ നമ്മള് എല്ലാം അനിയന് മമ്മി പാപ്പ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് ഒരു റൂമിലേക്ക് എടുക്കുന്നത്. സോ എനിക്ക് ഞാൻ ഉറങ്ങുന്ന ടൈമിൽ എനിക്ക് എന്റെ സൈഡില് പില്ലോ വേണം, അല്ലെങ്കിൽ ഞാൻ വീണു. സത്യം പറഞ്ഞു. അങ്ങനെയുള്ള ഒരാൾ ബിഗ് ബോസ് പോയി എങ്ങനെ അഡ്ജസ്റ്റ്? അയ്യോ, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉറക്കത്തില്ല. ഞാൻ സത്യം പറഞ്ഞ അഡ്ജസ്റ്റ് ഞാൻ യമുന ചേച്ചിയുടെ കൂടെ കിടക്കണല്ലേ. ചേച്ചിയുടെ കൂടെയാണ് എന്റെ ബെഡ്. പക്ഷെ ചേച്ചി സത്യം പറഞ്ഞ എനിക്ക് മക്കളുടെ പോലെ, എനിക്ക് ഒരു അനിയത്തി ഒരു മോള് അങ്ങനെ പോലെ എനിക്ക് ചേച്ചി സ്നേഹിച്ചു. അതിനാണ് ചേച്ചിയുടെ കൂടെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല കുഴപ്പമില്ല. സരണ്യയുടെ കൂടെ ഞാൻ പാവം അവള് ഹസ്ബൻഡ് പറഞ്ഞ് അവളെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് അവളുടെ കട്ടില് വേര് വളരെ കിടക്കുന്നത്. പക്ഷെ ജാനുക്ക് അത്ര സ്നേഹം കൊടുത്തു. സോ അതാണല്ലേ നമുക്ക് റിലേഷൻ ഓട്ടോമാറ്റിക്കലി വരില്ല. അതൊരു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. അതെ അതെ അതെ. ഇപ്പം ഈ ഇങ്ങനെ ഇവരെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ജാനുവിൻ്റെ ഇതിൽ സൗഹൃദം എന്ന് വെച്ചാൽ എന്താണ്? കാരണം ഇപ്പോൾ കുറേ പേര് പറയും, ഇപ്പോൾ രഞ്ജിനി ചേച്ചിയുടെയൊക്കെ വ്ലോഗിൽ കാണുന്ന ജാനു വേറൊരാളാണ് അല്ലേ. ഇപ്പം നമ്മളോട് ഇപ്പം ഇവിടെ വന്നിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ ഭയങ്കര എത്രയോ നാൾ മുന്നേ പരിചയമുള്ള ഒരാളെ പോലെയാണ് ജാനു പെരുമാറുന്നത്. ഇപ്പം ബിഗ് ബോസിൽ പോയിട്ട് ചിലരോടൊക്കെ ഇപ്പോൾ ജാനു പറഞ്ഞില്ല ഞാനതൊക്കെ ഇറങ്ങിയപ്പോഴേ മറന്നു എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ജാനുവിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ആൾക്കാർ കണ്ടിട്ടില്ല, ഞാൻ തറാൻ വിചാരിക്കും. പക്ഷെ ഒരു സെക്കൻഡിൽ എനിക്ക് ബാക്ക് സൈഡിൽ വന്നിട്ട് കെട്ടിപ്പിടിച്ചില്ല, ജാനു സോറി തിരിഞ്ഞ് അവിടെ തിരിഞ്ഞ്. അതാ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലുണ്ടാവില്ല. എനിക്ക് ആ ടൈമില് ഞാൻ പിടിക്കും, കുറെ ടൈം ക്ഷമിക്കും, ഓക്കെ ആയിക്കോട്ടെ പോട്ടെ 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 പോട്ടെ. പക്ഷെ തന്നെ ടൈമില് ഞാൻ പറഞ്ഞു ഇപ്പൊ നോടാതെ കൂടെ ഫൈറ്റിങ് എന്റെ കൂടെ അല്ല,
വല്ലവർക്കും ജിൻറ്റു ചേട്ടന്റെ വെണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്ത്, സരണ്യ അപ്സരന്റെ വെണ്ടിയാണ് നൂറാന്റെ കൂടെ ഫൈറ്റ് ചെയ്ത്. കാരണം നൂറ അങ്ങോട്ടും ഇങ്ങോട്ട് അതൊക്കെ അവളുടെ കളിയാണ്. പക്ഷെ ആ വീട്ടില് നമ്മളെ കളിയാണ് മനസ്സിലാവില്ല. ഇപ്പൊ പുറത്തൊക്കെ വന്നിട്ട് ആരും നമ്മൾ ചിരിക്കും, പക്ഷെ ആ വീട്ടിൽ നമുക്ക് ദേഷ്യം വരും. ഇവന് പോയിട്ട് എന്താണ് ഈ കാര്യം അവിടെ പറഞ്ഞു കൊടുത്ത്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ട് ഈ ഫൈറ്റിംഗ് ഉണ്ടാവില്ലേ. ഇപ്പൊ സീസോന്റെ റോക്കിയുടെ മെയിൻ ഇടി ഉണ്ടാക്കുന്ന പ്രശ്നമാണ് നോറ, സിജോയും റോക്കിയുടെ. അതാ പുറത്തൊക്കെ വന്നിട്ടാണ് നമ്മള് കാണുന്നത്. ആലോചിക്കും ആ സ്ഥിതിയിലേക്ക് കൊണ്ടുപോയി കഴിച്ചാൽ എനിക്ക് ഓൾറെഡി എന്റെ പ്രാണ് പിടിച്ചിട്ടിരിക്കുന്നേ. ലാസ്റ്റ് ഞാൻ ബ്രാസ്തായി. ആ ബ്രാസ്താവുന്ന ടൈമിൽ ഞാൻ അവൾക്കല്ല, ഞാൻ യമുന ചേച്ചിക്കാരനെ പറഞ്ഞു കൊടുത്ത്. എനിക്ക് മൈക്കൊണ്ട് ക്യാമറ മറന്നു പോയി. ചേച്ചി പറഞ്ഞ് മൈക്കൊണ്ട് ക്യാമറ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. വീട്ടിന്റെ ഉള്ളിലേക്ക് ആരോ കാണില്ല. ഈ ലാലേട്ടന് പറഞ്ഞതാണ് കാണിച്ചു കൊടുത്ത്. എന്താ പണി? ഈ ലാലേട്ടൻ വന്നിട്ട് പിന്നെ ജാനുവിനെ വഴക്ക് പറയുമല്ലോ, അപ്പോഴൊക്കെ ജാനു ഭയങ്കര, അപ്പൊ എങ്ങനെയാണ് ഫീൽ ചെയ്ത്? ഞാൻ കേൾക്കില്ല. ഞാൻ അവിടെ മിരറാകെ നോക്കിയിരിക്കുന്ന എന്റെ സൗന്ദര്യം പോയി കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യമൊക്കെ ചോദിച്ചു, ജാനു ഇങ്ങനെ ഞാൻ പറഞ്ഞ എപ്പോ ജാനു കേൾക്കുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല. അല്ല ജാനു അവിടെ ആ ചെയ്തി തന്നെ. ഞാൻ പറഞ്ഞ ആ ചെയ്യും. പക്ഷെ എനിക്ക് ഫസ്റ്റ് എനിക്ക് ആ മോണിറ്ററിലെ വോയിസ് കേൾക്കില്ല. പിന്നെ സൈഡിലൊരു മിരർ ഉണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ ലാലത്ത് എന്തെങ്കിലും ആ ലാലത്ത് ഞാൻ അങ്ങനെ പറയും. കാരണം എനിക്ക് ഹാഫ് കാര്യം മനസ്സിലാവില്ല.